സിംഗപ്പൂർ ചോയ്സ് സമർപ്പിക്കുന്നത് ഹൗസ് ബ്രാൻഡ് വെറൈറ്റി ഈസ് ദ സ്പൈസസ് ഓഫ് ലൈഫ്. പവേഡ് ബൈ കാർത്തിക സൂപ്പർ മാർക്കറ്റ്, കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ഫുഡ് പ്രോഡക്ട്സ് സിൻസ് 1989. Co-sponsored by Tirumala Ghee, the trusted taste of cow ghee. ഹായ്, ഗുഡ് മോർണിംഗ്. സിംഗപ്പൂർ ചോയ്സിൻ്റെ വർണ്ണാഭമായ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഇത് കാരൂർ കഥകൾ സമ്പൂർണ്ണം. ഇന്ന് വിഷയം കാരൂരല്ല, അദ്ദേഹത്തിൻ്റെ കഥകളുമല്ല. 1980 കേരള സംസ്ഥാന സ്കൂൾ യോജനോത്സവത്തിൽ ചെറുകഥാ രചനയ്ക്ക് സമ്മാനമായി കാരൂർ കൃതികൾ ലഭിച്ച വിദ്യാർത്ഥിനി ഇന്ന് സിംഗപ്പൂരുണ്ട്. ഇന്ന് നമ്മോടൊപ്പം സിംഗപ്പൂർ ചോയ്സിൽ അതിഥിയായി ഇവിടെയുണ്ട്. നമസ്കാരം ശ്രീമതി താര രവീന്ദ്രൻ. നമസ്കാരം. വിദ്യാഭ്യാസകാലം അധികവും കേരളത്തിലായിരുന്നു? അതെ, മുഴുവനും. എൻ്റെ PG കഴിയുന്നവരെ തന്നെ കേരളത്തിൽ തന്നെയായിരുന്നു. അതെ, അന്ന് MBA വരെ കേരളത്തിലായിരുന്നു. MBA കഴിഞ്ഞിട്ടാണ്. അതെ. എന്നിട്ട് ആദ്യത്തെ ജോലി എന്ന് പറയാവുന്നത് മാതൃഭൂമിയിലായിരുന്നു? ആദ്യത്തെ ജോലി മാതൃഭൂമിയിലായിരുന്നു. അതെ. അന്നത്തെ കാലത്ത് പ്രമുഖമായ ഒരു പത്രസ്ഥാപനത്തിൽ ജോലി കിട്ടുക അത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അതെ, എനിക്കത് വളരെ യാദൃച്ഛികമായിട്ടുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് മാർക്കറ്റിംഗ് റിസർച്ചിലായിരുന്നു. അന്ന് ഒരു മാനേജർ പൊസിഷനാണ് അന്ന്. പക്ഷേ അത് ആദ്യമായിട്ട് ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിൻ്റെ ആദ്യത്തെ ഒരു ജോലി എന്നുള്ള എനിക്ക് ഒരു ആനന്ദ ബസാർ പത്രികയിൽ ഒരു മാസത്തെ മാർക്കറ്റ് റിസർച്ചിൻ്റെ ഒരു ട്രെയിനിങ്ങിന് അയച്ചതിന് ശേഷം ആണ് ജോലി. എനിക്കത് ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആക്ച്വൽ പോസ്റ്റിംഗ് എനിക്കൊന്ന് ഡിസംബറിലോ മറ്റായിരുന്നു. അതെ. ഏതാണ്ട് ആ സമയത്തായിരുന്നു ശ്രീ MT വാസുദേവൻ നായർ മാതൃഭൂമിയിൽ എറണാകുളത്തുണ്ടായിരുന്നു. അതെ, MTയുടെ രണ്ടാം വരവാണ്. അപ്പോൾ എൻ്റെ ജോലി ആരംഭിക്കുമ്പോൾ MT പീരിയോഡിക്കൽസിന്റെ എഡിറ്ററായിട്ട് രണ്ടാമത് വന്ന് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ NV കൃഷ്ണവാര്യർ ചീഫ് എഡിറ്റർ, പിന്നെ പീരിയോഡിക്കൽസിന്റെ എഡിറ്ററായിട്ട് KK ശ്രീധരൻ നായരായിരുന്നു ഈ അടുത്ത കാലത്ത് മരിച്ച. പിന്നെ ഒരുവിധം എനിക്കൊന്ന് അന്നത്തെ സാംസ്കാരിക നായകന്മാരെല്ലാവരും മാതൃഭൂമിയിൽ തന്നെ ആയിരുന്നു ആ സമയത്ത്. അന്നാണ് ഇതിന്റെ മാസികയിൽ നിന്ന് മാറി ദ്വൈവാരികയാകുന്നതിനെ പറ്റിയൊക്കെ അന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ബെനറ്റ് ആൻഡ് കോൾമാന്റെ ടേക്ക് ഓവർ ഇതിന് ശേഷം ഈ പൊതുവെ ഡെയിലിയുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുള്ള സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആണ് അന്ന് ഗൃഹലക്ഷ്മി മാസികയാണ്. അതിന്റെ പ്രധാന റൈവൽ എന്ന് പറയുന്നത് ഈ വനിത, മനോരമ ഗ്രൂപ്പിന്റെ വനിതയും. അപ്പൊ അത് തമ്മിലുള്ള സർക്കുലേഷൻ അന്നേരം ഒരുപാടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സർക്കുലേഷന്റെ ആ ഗ്യാപ്പ് എങ്ങനെയെങ്കിലും ബ്രിഡ്ജ് ചെയ്യാന്നുള്ള ഒരു അതായിരുന്നു ഉദ്ദേശം. എല്ലാ അർത്ഥത്തിലും മാതൃഭൂമിയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള മാറ്റം അതെങ്ങനെയായിരുന്നു? മാതൃഭൂമിയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് വരുന്നത് എൻ്റെ വിവാഹത്തിന് ശേഷമാണ്. എൻ്റെ ഹസ്ബൻഡ് രാജീവ് സിംഗപ്പൂരിയനാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ വന്ന് സെറ്റിൽ ചെയ്ത്, പിന്നെ അമ്മ ഇവിടെ ജനിച്ച് വളർന്നതായിരുന്നു. പിന്നെ അച്ഛൻ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ശ്രീ MK ബാസി സിംഗപ്പൂരിലെത്തിയ ശേഷം ഉപരിപഠനം തുടർന്നു. പ്രസിദ്ധമായ സർവകലാശാലയിൽ നിന്ന് ഇവിടെ ഗവേഷണം, PhD ബിരുദം, പല പ്രസിദ്ധീകരണങ്ങളും ഇതിനിടയിൽ സംഭവിച്ചു. വളരെ വർണ്ണാഭമായ ഒരു കാലഘട്ടം, അങ്ങനെ പറയാം. എന്തായിരുന്നു ഗവേഷണ വിഷയം? എൻ്റെ തീസിസിൻ്റെ ടൈറ്റില് സോഷ്യൽ നെറ്റ്വർക്ക് ഫറ്റീഗ്. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്ക് പോലത്തെ നവമാധ്യമ. ഈ വിഷയവും അത്ര സാധാരണമായി നാം കേൾക്കുന്ന ഒന്നല്ല. എങ്കിലും ഞാൻ PhD ആരംഭിച്ച ആ കാലഘട്ടത്തിൽ ഒരുവിധം വളരെ ഹോട്ട് ടോപ്പിക് എന്ന് പറയാവുന്ന ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യണം എന്ന് നേരത്തെ തീരുമാനിച്ചതല്ല, എങ്കിലും ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു. വളരെ കുറയല്ല, അതിൻ്റെ ആ പീക്ക് പീരീഡ് കഴിഞ്ഞു എന്നുള്ള ചില സ്പെക്കുലേഷൻസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫേസ്ബുക്ക് ഫെറ്റീഗ് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് ഫെറ്റീഗ് എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ട് പത്രങ്ങളിലും ബാക്കി അക്കാഡമിക് ജേർണലിൽ പോലും ഉപയോഗിച്ച് കണ്ടിരുന്നു. എങ്കിലും ഈ ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയില്ലേ നമ്മൾ സാധാരണ, പൊതുവായിട്ടുള്ള ഒരു ധാരണ അതുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയിൽ നിന്നാണ് തീസിസ് ഈ കോൺസെപ്ച്വൽ സ്റ്റഡിയിലേക്ക് പോവാം എന്നുള്ള ഒരു ഐഡിയ വന്നത് തന്നെ. പക്ഷെങ്കിലും ഈ കോൺസെപ്ച്വൽ സ്റ്റഡി ഒരു PhD ലെവലിൽ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ കോൺസെപ്ച്വൽ സ്റ്റഡീസിന് എപ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് ഈ ഒരു സ്റ്റാൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തില്ല, അങ്ങനത്തെ പല ചോദ്യങ്ങൾ വരും.
അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പം ഡിഫെൻസ് ബുദ്ധിമുട്ടാവുന്നുള്ള ഒരു ചെറിയ പ്രശ്നം അതിന് ഉണ്ടായിരുന്നു. എങ്കിലും ഇതൊരു വളരെ ടോപ്പിക്കലായിട്ടുള്ള ഒരു തീം ആയതുകൊണ്ട് സൂപ്പർവൈസർ അത് അനുവദിക്കുകയാണ് ചെയ്തത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ 6 മാസത്തെ, അതായത് എനിക്കൊന്ന് 165 ഫേസ്ബുക്ക് യൂസേഴ്സിന്റെ 6 മാസക്കാലത്തെ തുടർച്ചയായിട്ടുള്ള ആക്ടിവിറ്റി ലോഗ് എന്ന് പറയുന്ന ഒരു സംഭവം, രീതികൾ, ശീലങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ. അതെ, ഇത് NTU-ലായിരുന്നു ഈ ഗവേഷണം NTU-ലായിരുന്നു. അതെ, ആ സമയത്ത് തന്നെ ചേച്ചി അവിടുത്തെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തിരുന്നു. അങ്ങനെ പറയാൻ കഴിയില്ല, കാരണം ഈ PhD തുടങ്ങിയതിന് ശേഷം അങ്ങനത്തെ അവസരങ്ങളും കുറവായിരുന്നു പൊതുവെ. എനിക്കൊന്നു അപ്പം ഞാൻ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി, എനിക്ക് ഈ പറയുക അതിനു മുമ്പ് ഒരു മാസ്റ്റേഴ്സ് ചെയ്തിരുന്നു, അതിനു മുമ്പ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തിരുന്നു. ഈ സമയത്തൊന്നും അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊന്നും ഞാൻ ഇടപെട്ടിരുന്നില്ല. ഏഷ്യാനെറ്റിലെ ഈ അനുഭവം ആദ്യത്തേതല്ല. ഒരിക്കൽ ശ്രീനാരായണ മിഷനുമായി ചേർന്നൊരു സീരിയലായിരുന്നു, അതോ ടെലിഫിലിം ചെയ്തിരുന്നു? ഒരു ചെറിയ ഡോക്യുമെന്ററി എന്ന് പറയാം. ഡോക്യുമെന്ററി, മിഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി. എനിക്ക് ശരിക്കും വർഷം ഓർമ്മ വരുന്നില്ല, പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഒരു 97, 98 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഏഷ്യാനെറ്റ് ആദ്യമായിട്ട് സിംഗപ്പൂർ ടെലികാസ്റ്റ് ആരംഭിച്ച ആ കൊല്ലങ്ങളിൽ ആദ്യത്തെ 2ാമത്തെ വർഷമായിരിക്കും. അപ്പോൾ അന്ന് ശ്രീനാരായണ മിഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു ഡോക്യുമെന്ററി ചെയ്യണം എന്ന മിഷൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിന് അത് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് മലയാളം സ്ക്രിപ്റ്റിംഗ് വേണം എന്ന് പറഞ്ഞപ്പോൾ മലയാളത്തിൽ സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നു അന്ന് മലയാളി അസോസിയേഷൻ്റെ ഇപ്പോൾ സെക്രട്ടറി ഉല്ലാസ് അല്ലേ, ഉല്ലാസ് ആണ് ഇതിൽ കുറച്ച് മലയാളം സ്ക്രിപ്റ്റിങ്ങിന് കുറച്ച് താല്പര്യമുള്ള, ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉല്ലാസും ഞാനും ഒരുമിച്ച് ചെയ്യാം എന്നുള്ള, അപ്പോൾ എനിക്കൊരു കൂടെ ഒരാളുള്ളത് കൊണ്ട് മലയാളത്തിൽ സ്ക്രിപ്റ്റിംഗ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്ന് ഉണ്ടായി. അങ്ങനെ ചെയ്തു. എങ്കിലും ആ സ്ക്രിപ്റ്റിംഗ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം. കാരണം മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് എഴുതാതെ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു അവസരം അന്ന് ഇത് കാരണം ഉണ്ടായി. അന്ന് ചെയ്തു. എന്നിട്ട് അത് എനിക്കൊന്ന് 3-4 ഭാഗങ്ങളായിട്ട് ഏഷ്യാനെറ്റ് അത് സീരിയലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ അനുഭവം. അതെ, ചേച്ചിയുടെ പ്രൊഫൈലിൽ പറയാത്ത ഒന്നാണ് സാഹിത്യരചന. അതെ, ഇല്ല. എന്താണ് അതിലേക്ക് വന്നത്? കവിതാരചന ശരിക്കും സജീവമായി സാഹിത്യ രംഗത്തേക്കും ഒക്കെ വന്നത് സജീവമായിട്ട് കുറേ വർഷങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഈ സ്കൂളിൽ ഈ കഥകൾ, ഈ കഥാരചനയ്ക്ക് ശേഷം ഏറെക്കുറെ നിദ്രയിലായിരുന്നു എന്ന് പറയാം, അങ്ങനെ പറയാം. കഥ ഈ 10ാം ക്ലാസ്സിലെ വിജയത്തിന് ശേഷം എനിക്കൊന്ന് പ്രീ ഡിഗ്രി സമയത്ത് ധാരാളം എഴുതിയിട്ടുണ്ട്. കവിതകളും കരൂർ കഥകൾ വായിച്ചായിരുന്നു തുടക്കം. അങ്ങനെ പറയാം, കരൂർ കഥകൾ. പക്ഷെ ആ ഇടയ്ക്ക് സ്വാഭാവികമായി MT-യിലേക്ക് തിരിഞ്ഞു കാണുമല്ലോ. MT ധാരാളം വായിച്ചിട്ടുണ്ട്. MT-യുടെ ഒരുവിധം എല്ലാ കൃതികളും വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ വായന വളരെ ഡൈവേഴ്സ് ആയിരുന്നു. ഒരുവിധം എനിക്കൊന്ന് ഒരു 8 വയസ്സ് തൊട്ട് എനിക്കൊന്ന് ചെറിയ കുട്ടികൾ വായിക്കാൻ സാധാരണ വായിക്കാത്ത, എനിക്ക് തന്ന് മനസ്സിലാവാത്ത ഒരുപാട് ക്ലാസിക്സ് അന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. വേറെ ഒന്ന് അന്ന് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണോ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് വന്നില്ലല്ലോ കുട്ടികളാകുമ്പോൾ. അതുകൊണ്ട് വായന ഒരു വലിയ ഇതായിരുന്നു. എനിക്കിത് ആ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം വായിച്ചിട്ടുള്ളത്. പക്ഷെ അന്ന് വായിച്ചത് പലതും അങ്ങനെ മനസ്സിലാക്കിയിട്ട് വായിച്ചതായിരിക്കാൻ വഴിയില്ല. അന്ന് എനിക്കിതുപോലെ കലാകൗമുദിയും മാധവവും പതിവായി വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. അതും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊന്നും അതങ്ങനെ മനസ്സിലാക്കി വായിച്ചതല്ല, എങ്കിലും അതിൽ എന്തോ ഒരു ഫാസിനേഷൻ തോന്നിയുകൊണ്ട് വായിച്ചതാണ്. അത് ഗുണം ചെയ്തിട്ടുണ്ട് പല വിധത്തിലും, എങ്കിലും അത് വായന ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യ വാരഫലം മുടങ്ങാതെ വായിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പല സാഹിത്യത്തിലേക്ക് വാതിൽ തുറന്നത്. അതെ, അങ്ങനെ പറയാം, ആ വായന വാതിൽ തുറന്നു എന്ന് പറയാം. പിന്നെ ഇംഗ്ലീഷ് സാഹിത്യം ആഴത്തിൽ വായിച്ചു. ഇംഗ്ലീഷാണ് കൂടുതൽ വായന ഉണ്ടായിരുന്നത്. അതിനുള്ള അവസരങ്ങളും കൂടുതലുണ്ടായിരുന്നു. മലയാളം ക്ലാസിക്കുകൾ വായിച്ചില്ലെങ്കിൽ നോവലുകൾ ഒരുപാട് വായിക്കാറുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ മാതൃഭൂമി 2 വാരികകളും, കലാകൗമുദിയും മാതൃഭൂമിയും വാരിക പതിവായിട്ട് വായിക്കുന്നുണ്ട്. അതിൽ സീരിയലൈസ് ചെയ്ത് വരുന്ന എല്ലാം വായിക്കാറുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ചെറിയ പ്രായത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ശേഷം അതിനുള്ള അവസരങ്ങൾ തീരെ ഇല്ലാതെയായി. പിന്നെ BSc ചേർന്നപ്പോഴും മലയാളമാണ് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അന്ന് എനിക്കൊന്ന് അധികം പേരും മലയാളം തിരഞ്ഞെടുക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഇങ്ങനെ മാർക്ക് കിട്ടില്ല എന്നൊക്കെയുള്ള ചില മിഥ്യാധാരണകളും ഉണ്ടായിരുന്നു. അതെ അതെ, അത് ശരിയായിരുന്നു അല്ലേ? പൂർണ്ണമായും ഞാൻ യോജിക്കുന്നില്ല, ഞാനും മലയാളമായിരുന്നു. ശരി, എൻ്റെ ആ ഒരു പിയർ ഗ്രൂപ്പിൽ എനിക്കൊന്നു ഞാൻ മാത്രമേ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഓപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ സഹായകമായിട്ടുണ്ട്. അങ്ങനെ 2 കൊല്ലമല്ലേ ഉള്ളൂ, ആദ്യത്തെ BScയുടെ 2 വർഷമല്ലേ നമ്മൾ മലയാളം പഠിക്കുന്നുള്ളൂ. അപ്പം മലയാളം എടുത്തു. ഫസ്റ്റ് ക്ലാസ്സിന് 1 മാർക്ക് കുറവായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, എങ്കിലും അതിൻ്റെ അടുത്തെത്തി. അത്ര അധികം മെനക്കെട്ട് പഠിക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷെ മലയാളം അപ്പം ആ ഒരു ടച്ച്, അതിന് ശേഷം തീരെ മലയാളം
വിട്ടു നിൽക്കേണ്ട ഒരു എന്നുവെച്ചാൽ അത് ബോധപൂർവം ചെയ്തതല്ല, അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ. പിന്നെ MBAക്ക് പോയപ്പോഴും പലതരം മലയാളം അറിയാത്ത ഒരുപാട് കുട്ടികൾ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അത് കാരണം പിന്നെ ഇംഗ്ലീഷിലേക്ക് ഇതായി. പിന്നെ ഇംഗ്ലീഷ് വായന കൂടി, മലയാളം കുറച്ച് കുറഞ്ഞു വന്നു എന്ന് പറയാം. എഴുതാനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടില്ല അതിന് ശരി. ഇപ്പോൾ ചേച്ചിയെ സജീവമായി കാണുന്നത് സിംഗപ്പൂരിലെ മലയാളി സാഹിത്യ സമിതിയിലാണ്. അതെ അതെ. അപ്പോൾ എല്ലാ സംവാദങ്ങളിലും ചർച്ചകളിലും സജീവമായി പങ്കെടുക്കുന്നു, ഉറച്ച അഭിപ്രായങ്ങൾ പറയുന്നു, ആ ഒരു സജീവമായി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം കവിത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതൊരു ഈയിടെ ഇറങ്ങിയ ഒരു ആന്തോളജിയിൽ ഒരു ഭാഗമായിട്ട്, അതെ, ചെറിയൊരു ഭാഗമായിട്ട് അതിൽ ചേരും. ഹൗസ് ബ്രാൻഡ് കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഹൗസ് ബ്രാൻഡിന്റെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ പാചകം ലളിതമാക്കുകയും അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദവും സ്വാദിഷ്ടവുമാണ്. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം ആൻഡ് കൊടംപുളി. അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെ ഉണ്ടെന്നാ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്. തിരുമല നെയ്, ശർക്കര പായസത്തിന് സ്ട്രോങ് സപ്പോർട്ട്, നെയ്ദോശയ്ക്ക് സൂപ്പർ സപ്പോർട്ട്, ഗുലാബ് ജാമിന് ക്ലോസ് ഫ്രണ്ട്, വീട്ടിലും വിരുന്നിലും ഏറ്റവും അടുത്ത സുഹൃത്ത് തിരുമല നെയ്. തിരുമല നെയ്. All India Supermart. Enjoy the sprawling one-stop shopping experience in 4 floors. The premier All India Supermart offers wide range and great varieties of consumer products. Groceries to fresh vegetables, chocolates, lifestyle products, fashion wear, pharmacy and beauty. All India Supermart's futuristic self-service kiosk is a highlight for groceries. All India Supermart, 41 Norris Road, Singapore. Immerse in the goodness of a 5,000-year-old tradition, ancient Ayurveda, at Global Ayurvedic Center. Get pampered with a selection of healing treatments, Abhyanga, Shirodhara, Kadivasti, and many more. Our experienced physicians advises customers a suitable therapy, and our well-trained therapists do the treatment. Best-in-class treatment rooms integrates with holistic medicines. Global Ayurvedic Center, 456 Racecourse Road. Call 6296-4898. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം ആൻഡ് കൊടംപുളി. അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെ ഉണ്ടെന്നാ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്. ഇപ്പോൾ സാഹിത്യ സമിതി പ്രസിദ്ധീകരിച്ചത് കുറേ കവിതകളുടെ സമാഹാരം അതായിരുന്നു. അതിൽ ചേച്ചിയുടെ 4 കവിതകളുണ്ട് അല്ലേ? അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഇവിടെയും ആ വ്യത്യസ്തത കാണുന്നു. നേരത്തെ ഗവേഷണത്തിന് തിരഞ്ഞെടുത്ത വിഷയം വ്യത്യസ്തമായതുപോലെ ഈ കവിതകളുടെ പ്രമേയവും അവതരണ രീതിയും പലതും പതിവുകളിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുന്നു. ഇതിലൊരെണ്ണം ഒന്ന് വായിക്കാം. അറിയാത്തത് എന്ന കവിത. ദേഷ്യം എന്താണെന്നല്ലേ? കാര്യമുണ്ട്, പറയാം. വീട്ടാനാവാത്ത കടമൊന്നിൻ്റെ വല്ലാതെ അലട്ടുന്ന ഭാരം, വിളമ്പാത്ത ഊണിലെ താളിച്ച കൂട്ടിലെ പൊട്ടാക്കടുകിൻ്റെ കനപ്പ് പോലെ. നീ അറിയില്ല, കടുകിനെക്കുറിച്ച് നിനക്കറിയില്ലല്ലോ. പൊട്ടാത്ത കടുകല്ലേ, ഖനം കൊണ്ട് കൂട്ടിലാഴ്ന്നു പോയിരുന്നിരിക്കും. പൊട്ടിയ കടുകിൻ്റെ മണവും മലർന്നു വിടർന്ന അഴകും കൂട്ടിന് മുകളിൽ തൂവിക്കിടക്കുമ്പോൾ നീ ശ്രദ്ധിച്ചിരിക്കാൻ വഴിയില്ല. നിന്റെ കുറ്റമല്ല മുൻതൂക്ക പട്ടികയിൽ അവസാനത്തെ പേരാക്കി കുറിച്ചിട്ടത്. പിന്നെ എഴുതാത്ത വരികളിലെ പറയാൻ പറ്റാത്ത പരിഭവങ്ങൾ, കരഞ്ഞൊഴിഞ്ഞത്, കവിഞ്ഞൊഴുകുന്നത്, അറിഞ്ഞിട്ടും അറിയാതെ പോയത്, പറയാത്തത്, കാണാത്തത്, ഓർക്കാത്തത്. നിസ്സാരമെന്ന് നാം കരുതുന്ന ഒരു വിഷയം വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിലൂടെ കവിതയായി മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് കടുകിന്റെ പിന്നിലെ പ്രേരണ? അങ്ങനെ ആലോചിച്ച് എഴുതിയതാണെന്ന് ഇതൊരു ബിംബമാണ്. അതെ, ആയിരിക്കും. കടുക് പൊട്ടുമ്പോ അതിനെ കുറിച്ച് കുറച്ച് ആലോചിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പൊട്ടാതെ നിൽക്കുന്ന കടുകുകളെ കുറിച്ച് ആലോചിച്ച് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഈ കവിത അതെങ്ങനെ അത് എഴുതാനൊരു സന്ദർഭം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അങ്ങനെ, പക്ഷെ ഈ പാചകത്തിലുള്ള ഒരു അഭിരുചി, പാചകം അത്ര ഇഷ്ടമാണോ? എൻ്റെ ഒരു വലിയൊരു ഹോബിയാണെന്ന് പറയാം. അതിന് ഒരുപാട് സമയം അതിന് വേണ്ടി ഞാൻ ചെലവഴിക്കാറുണ്ട്. സാധ്യത, അതിനുള്ള സാധ്യതയുണ്ട്.
ഹസ്ബൻഡിന് പൊതുവേ ഭക്ഷണം വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, ഭക്ഷണപ്രിയനാണ്. അപ്പോൾ അത് കാരണം അതിന് പാചകത്തിനായിട്ട് സമയം കണ്ടെത്താറുണ്ട്. മകനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്ടമുള്ള, അവർ എൻജോയ് ചെയ്യുന്ന. പിന്നെ എനിക്കൊരു റിലാക്സേഷൻ ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലും തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നേക്കാളും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എനിക്ക് കുറച്ചൊക്കെ നമുക്ക് അമ്മമാരിൽ നിന്ന് കിട്ടുന്നതല്ലേ അത്. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെ പാചകം ഒരു ഹോബി ആയിട്ട് പറയാം. അപ്പോൾ അതിൽ ഓരോ പരീക്ഷണങ്ങളും അതിനെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അത് ആയിരിക്കാം. സിംഗപ്പൂരിൽ മലയാള സാഹിത്യത്തിന്റെ ആചാര്യനാണ് ശ്രീ M.K. ഭാസി. അതെ. അദ്ദേഹത്തിന്റെ മരുമകളായാണ് ചേച്ചി സിംഗപ്പൂരിൽ എത്തുന്നത്. അതെ, അദ്ദേഹം ഈ രചനകളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലേ ഒരുപാട് രചനാ രീതി. തീർച്ചയായിട്ടും. അച്ഛൻ കവിയാണ് എന്നുള്ള കാര്യം എനിക്കൊന്ന് കല്യാണം ഉറപ്പിച്ച സമയത്തൊക്കെയാണ് അറിയുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചു. മാതൃഭൂമി വാരികയിൽ അച്ഛൻ്റെ ഒരു കവിത, അമ്മയെക്കുറിച്ചുള്ള കവിതയാണെന്നാണ് ഓർമ്മ. എനിക്ക് അതിൻ്റെ തലക്കെട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷെ അത് വായിച്ചതായിട്ടുള്ള ഓർമ്മ പിന്നീട് എനിക്ക് വരികയാണ് ചെയ്തത്. അച്ഛൻ കവിത എഴുതുമെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അത് അറിയുന്നത്. അച്ഛൻ്റെ ഒരു സ്വാധീനം ഒരുപാടുണ്ടായിട്ടുണ്ട്. ഞാൻ പാസീവായിട്ടുള്ള സ്വാധീനം എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അത് തീർച്ചയായിട്ടും ഒരുപാടൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. അതിൽ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ വന്ന ഇടയ്ക്ക് അച്ഛൻ്റെ പുസ്തകങ്ങൾ അച്ഛൻ എനിക്ക് വായിക്കാൻ തന്നിരുന്നു. അന്ന് എനിക്ക് 93, അതായത് 92 ഞാൻ കല്യാണം. അപ്പോൾ 92 നവംബറിലോ ഡിസംബറിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ വന്ന ഇടയ്ക്ക് ഒന്നും ചെയ്യാതിരിക്കുന്ന ആ സമയങ്ങളിൽ അച്ഛൻ പുസ്തകങ്ങൾ ഓരോന്ന് വായിക്കാൻ തരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അച്ഛൻ്റെ മഴവില്ലുകൾ ആദ്യത്തെ സമാഹാരം, പിന്നെ അജന്തയും മറ്റു കവിതകൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ, ഈ 2 പുസ്തകങ്ങളും വന്ന് വായിക്കാൻ തന്നിരുന്നു. അപ്പോൾ അത് വായിച്ചിരുന്നു. എനിക്കൊന്ന് കവിതാ സമാഹാരങ്ങൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് ആദ്യമായിട്ട് ഒരു പുസ്തകമായിട്ട് വായിക്കുന്നത് ആ ഒരു സമയത്തായിരിക്കും. കാരണം കവിത ഒരു പ്രിയപ്പെട്ട ഒരു ഏരിയ ആയിരുന്നില്ല അതുവരെ. പക്ഷെ അന്ന് ആദ്യമായിട്ട് അച്ഛൻ്റെ കവിതകളിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ കവിതകൾ വിവർത്തനം ചെയ്തിരുന്നു ഇംഗ്ലീഷിലേക്ക്. അച്ഛൻ്റെ കവിതകൾ മലയാളത്തിൽ എഴുതിയതുകൊണ്ട് അച്ഛൻ 3 പേർക്കും 3 മക്കൾക്കും അത് വായിച്ച് ആസ്വദിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു രാജീവും എൻ്റെ 2 സിസ്റ്റേഴ്സിനുള്ള 2 പേരും ഈ കവിതകളിൽ എന്താണ് അച്ഛൻ എഴുതുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ അവർ ചോദിക്കും, ഇതിൽ അച്ഛൻ എന്തിനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ അവർ ചോദിച്ചപ്പോൾ അതിന് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്ന് 1-2 കവിതകൾ എടുത്ത് തർജ്ജമ ചെയ്യുകയും ഇംഗ്ലീഷിലേക്ക് ആക്കുകയും അത് അവർക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ ടോപ്പിക്സ് ആണ് അച്ഛൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ എഴുതി. അതെനിക്ക് തോന്നുന്നു അച്ഛനെ 1-2 കണ്ടു. അപ്പം അച്ഛൻ പറഞ്ഞു കുറച്ച് 2 ഇനി വേണമെങ്കിൽ പുസ്തകം മുഴുവനും തർജ്ജമ ചെയ്യാലോ. അങ്ങനെ ഒരു നിർബന്ധമായിട്ട് അച്ഛനൊന്നും പറയാറില്ല, ഒന്ന് സജസ്റ്റ് ചെയ്തു. ചില കവിതകൾ തർജ്ജമ ചെയ്തു. അതിലൊന്ന് നിറങ്ങൾ നിഴലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത വേൾഡ് പോയിട്രി അസോസിയേഷൻ്റെ ഒരു കോമ്പറ്റീഷൻ അയക്കുകയും ആ തർജ്ജമയ്ക്ക് ഒരു 1ാം സമ്മാനം കിട്ടുകയും ചെയ്തു. അപ്പം അതിനുശേഷം കുറച്ച് തർജ്ജമ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി. പിന്നീട് ഇപ്പോൾ അടുത്തിടെ ഇംഗ്ലീഷ് കവിതകൾ പലതും മലയാളത്തിലേക്കാക്കി. അത് ഇംഗ്ലീഷ് കവിതകളുടെ തർജ്ജമ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന അച്ഛൻ്റെ കവിതകളിലാണ്. അതിനുശേഷം നിരൂത വായന, അതായത് നിരൂതയുടെ കവിതകളോടൊരു ഇഷ്ടം കാരണം പല തർജ്ജമ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് വായിച്ചിട്ടുണ്ട് ഒരു ധാരാളം. അങ്ങനെ കവിതകളിലേക്ക് നിരൂതയുടെ ഒരു കവിത മനോഹരമായി ഒന്നിലധികം കവിതകൾ ഇതിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് തർജ്ജമ ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നത് എനിക്കൊന്ന് ലിറ്റററി ഫോറം തന്നെയായിരിക്കും. അത് നിരുതര കവിതകള്, ഇംഗ്ലീഷ് കവിതകൾ മലയാളത്തിൽ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വായിച്ചിരുന്നു ധാരാളം, അത് ഇഷ്ടപ്പെട്ടിരുന്നു ധാരാളം. എങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ അത് ആഗ്രഹമോ അത് വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഫോറത്തിലേക്ക് വന്നതിന് ശേഷമാണ് അങ്ങനത്തെ ട്രാൻസ്ലേഷൻസ്. ഇതിൽ നൈരാശ്യത്തിന്റെ ഗീതം. അതെ, ഇതിന്റെ ഇവിടെ വരുമ്പോൾ രചനാ രീതിയിലും മാറ്റമുണ്ട്. നേരത്തെ കടുകിന്റെ കാര്യത്തിൽ കണ്ട പോലെയല്ല. എന്നോ പിരിഞ്ഞു നീ എങ്ങോ പറന്നുപോയി, അകലങ്ങൾ എത്രയോ താണ്ടി ദൂരെ, ത്യജിതയാമെൻ്റെ പ്രണയ സർവസ്വമേ വന്നു വിടചൊല്ലലിൻ നിയുക്തയാമം. ഇങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. മനോഹരമായ കവിതയുടെ മനോഹരമായ മൊഴിമാറ്റം. നെരൂദയുടേതല്ലാതെ റോബർട്ട് ബേൺസിന്റെ കവിതകൾ പലതും മനോഹരമായി തർജ്ജമ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫോറാണ് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ബേൺസിന്റെ അതെ, ലവ് ഇസ് ലൈക്ക് റെഡ് റെഡ് റോസ്, അത് ഏതാണ്ട് നല്ല താളത്തിൽ വൃത്തത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന്. അതെ, ഞാൻ ഓർക്കുന്നു, അത് വായിച്ചു ഓർക്കുന്നു. മിഥുനത്തിലാദ്യമായി മിഴിയുന്ന ചെമ്പനീർ പൂവുപോൽ അരുണാഭമെൻ പ്രണയം,
മനോഹരമായ വൃത്തത്തിലും താളത്തിലും ആ പ്രണയ കവിത മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് ചേച്ചി. ഹൗസ് ബ്രാൻഡ് കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഹൗസ് ബ്രാൻഡിന്റെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ പാചകം ലളിതമാക്കുകയും അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദവും സ്വാദിഷ്ടവുമാണ്. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. QBB Pure Ghee for cooking, baking and barbecue. Superior taste in so many ways. QBB Pure Ghee. Hanifa, the popular name in every household, comes with a great deal of heritage and trust since 1962. Hanifa's new self-service supermarket with a diverse collection of products. Everything you need and something to suit everyone. Hanifa, 118 Dunlop Street and 60 Serangoon Road, Singapore. If discovery amazes you, then Asian Arts and Crafts at Little India is sure to realize your ideas and concepts into reality. The brilliance in handcrafted artifacts, mythological statues and sculptures, antiques and souvenirs, home decor and furnishing, frames and paintings, teakwood furniture and temples, murals and wall decor will surely touch your heart. Asian Arts and Crafts, 180 Serangoon Road, Little India, Singapore. Jade's Beauty and Ayurvedic. Blend your beauty needs the Ayurvedic way. Over 15 years of uncompromising beauty services to our loyal clients using Ayurvedic products. Jade's has the perfect ambience to deliver high standards in treating hair care, skin care problems, and complements it with facial, head and shoulder oil massage and henna coloring. Jade's Beauty and Ayurvedic. Call 9355 5383 9488 0697 today. പുതിയ രചനകൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ, പ്രസിദ്ധീകരിക്കാത്തവ, പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹമുള്ളവ? കഴിഞ്ഞ ഒരു വർഷത്തിലാണ് മലയാളത്തിൽ എഴുതി തുടങ്ങിയത് തന്നെ എനിക്കൊന്ന് ഒരു വർഷമായിട്ട് കാണുള്ളൂ. കോളത്തിൽ വന്നതിന് ശേഷമാണ് മലയാളത്തിലുള്ള എഴുത്ത് തുടങ്ങിയത്. ഈ ഇടയായിട്ട് കുറച്ചധികം എഴുതി. അതിലൊരു കവിത പ്രേക്ഷകർക്കായി ഒന്ന് അവതരിപ്പിച്ചാൽ? പഴഞ്ചൊല്ലിലെ പതിരുകൾ എന്നാണ് കവിതയുടെ പേര്. ഞാൻ കരയുന്ന കുട്ടി, ഇവിടം കരയാത്ത കുട്ടികൾക്കായി മാത്രം ഉള്ള പാലെല്ലാം എടുത്ത് അടച്ചു വെക്കുന്നിടം, മെലിഞ്ഞ ആനകളെ തൊഴുത്തിൽ കെട്ടിയിടുന്നിടം, മെത്തയിൽ പിടിച്ചിട്ട അട്ടകൾ വീണിടം വിഷ്ണുലോകമാക്കുന്നിടം, വീട്ടിലെ പശുക്കൾ പുല്ലു തിന്നുന്നിടം, കിട്ടാമുന്തിരികൾക്കിവിടെ അതിമധുരം, എനിക്കുണ്ടൊരു പട്ടി, കുരയ്ക്കാത്ത പട്ടി, പക്ഷേ കടിക്കാറുമില്ല, പിന്നെ എൻ്റെ പുത്തനച്ചി, അവൾ പുരപ്പുറം തൂക്കാതെ തളിക്കാതെ പുതച്ചു മൂടി കിടന്നുറക്കമാണ് നിത്യവും ഉച്ചയാവോളം, വീട്ടിലടങ്ങാത്തൊരു നാട്ടിലും അടങ്ങുന്നില്ല കഷ്ടം, എലികളെ പേടിച്ചിവിടെ ഇല്ലങ്ങൾ ചുട്ടിരിക്കുന്നു, വിതയ്ക്കാത്തവർ കൊയ്യുന്നു, ഒരുമയില്ലാത്ത ഇവിടെ ഉലക്കയിൽ ഒരുമിച്ച് കിടക്കുകയും ചെയ്യുന്നു. അത്രേ ഉള്ളൂ കവിത. ഇതൊരു പരിഹാസമാണോ സമൂഹത്തിന് നേരെയുള്ള? അല്ല, ഇത് ശരിക്കും പരിഹാസമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉദ്ദേശിച്ച് എഴുതിയ, ആക്ഷേപഹാസ്യമായിട്ട് ഉദ്ദേശിച്ച് എഴുതിയല്ല, പക്ഷേ ഇതില് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരു വിമർശനവും പരിഹാസവും ഒക്കെ ഉണ്ട്. പഴഞ്ചൊല്ലുകളോട് കുറച്ചൊരു താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ അതാണ് പഴഞ്ചൊല്ലിലെ പതിരുകളായി വന്നത്. മനോഹരമായിരിക്കുന്നു. ചേച്ചിയുടെ രചനകൾ അധികവും ഇംഗ്ലീഷിലായിരുന്നു. ഈ അടുത്ത കാലത്ത് മലയാളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യകാലം എല്ലാം ഇംഗ്ലീഷിലായിരുന്നു. അതിലൊരെണ്ണം അവതരിപ്പിക്കില്ലേ? ഒരെണ്ണം വായിക്കാം. ഇത് മിസ്സസ് ശാന്ത ഭാസ്കരൻ, മറ്റേ ആശാന്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അതെ, ആശാന്റെ തർജ്ജമ ചെയ്ത് ശാന്താണ്ടി ഭാസ്കരൻ അങ്കിളും അവരുടെ 50ാമത്തെ ഗോൾഡൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ടോസ്റ്റ് ആയിട്ട് എഴുതിയ കവിതയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കവിതയാണ്. അപ്പം അതിൽ നിന്ന് കുറച്ച് ലൈൻസ് വായിക്കാം. അതിൻ്റെ പേര് ദ സാൻഡ് ആൻഡ് ദ സീ. എ ഫ്രണ്ട്ഷിപ്പ് ടൈംലെസ്, നോ ബിഗിനിങ്, നോ എൻഡ്, ഡീപ് ബ്ലൂ വാട്ടേഴ്സ്, ട്രെഷേഴ്സ് abound, vast golden sands, pleasures surround, the blue and the gold, distinct as two can be, merging along ragged lines, yet not blending, the day fades out as dusk deepens, one warms up, the other cools, the sand and the sea destined to be. അത് ഈ പറഞ്ഞ അവരുടെ ആനിവേഴ്സറി പെട്ടെന്ന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമല്ലോ എന്നുള്ള ആലോചനയിൽ പെട്ടെന്ന് എഴുതിയ ഒരു കവിതയാണ്.
ഇംഗ്ലീഷ് കവിതകൾ ധാരാളം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പക്ഷേ സംഭവിച്ചേക്കാം അല്ലേ അധികം വൈകാതെ. എനിക്കൊന്നും ഇപ്പോൾ മലയാളം എഴുത്തിലേക്ക് തിരിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് എഴുത്ത്. നേരത്തെ ചേച്ചി സൂചിപ്പിച്ചു ഈ സാഹിത്യ സമിതി ലിറ്റററി ഫോറമാണ് ഈ അടുത്ത കാലത്ത് രചനകൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതെന്നും പ്രോത്സാഹനം നൽകുന്നതെന്നും. തീർച്ചയായിട്ടും അല്ലേ? അതെ. ഫോറം എനിക്കൊന്ന് ഫോറത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുണ്ടാവും. 2 വർഷം ഉണ്ടാവും. ഈ 2 വർഷത്തിലാണ് മലയാളത്തിലുള്ള എഴുത്തിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത് തന്നെ. പക്ഷെ അതൊരു വലിയ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്വാധീനമായിരുന്നു. മാത്രമല്ല അവിടുത്തെ ചർച്ചകൾ. അതെ, എനിക്കിന്നു ഫോറം മലയാള എഴുത്തിലേക്ക് തിരിക്കാൻ ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു പ്രേരണയായി എന്ന് തന്നെ പറയാം. അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ഒരുപാട് പ്രോത്സാഹനങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട്. തന്നെയല്ല നേരത്തെ സൂചിപ്പിച്ച കാവ്യസോപാനം അതിൽ 15 കവികൾ ഫോറത്തിൽ വന്നിട്ട് അവരുടെ രചനകളാണ് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ എന്നെ പോലെ തന്നെ ഒരുപാട് എഴുത്തുകാരെയും അങ്ങനെ എഴുത്തിലേക്ക് തിരിക്കാനും ഉള്ള ഫോറത്തിൽ വന്ന പലരുടെയും വായനയുടെയും എഴുത്തിന്റെയും ഒക്കെ രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വായിക്കുന്ന രീതി, ആഴത്തിലുള്ള വായന, പരപ്പിലുള്ള വായന ഇതൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്നാണ് താര രവീന്ദ്രന്റെ ഒരു കൃതികളുടെ സമാഹാരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? അത്രയും നമ്പേഴ്സ് ഉണ്ടാക്കണം, എഴുതണം. പക്ഷെ എഴുത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആവശ്യത്തിന് എഴുതുക, അതിനുള്ള ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എഴുതുക എന്നുള്ള ഒരു ശീലം പണ്ടേ എനിക്കില്ല. പിന്നെ എനിക്കൊന്നും ടൈം മാനേജ്മെൻറ്റും ഈ പല കാര്യങ്ങളിലുള്ള താല്പര്യം കാരണമാണോ എന്നറിയില്ല, എന്തുകൊണ്ടോ അങ്ങനെ എഴുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും നമ്പേഴ്സ് പോയിട്രി ഞാൻ മലയാളത്തിൽ എഴുതി വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സാഹിത്യ പ്രവർത്തനങ്ങൾക്കൊക്കെ വീട്ടിൽ കുടുംബത്തിൽ പിന്തുണ. നല്ല പിന്തുണയുണ്ട്. എന്നുവെച്ചാൽ അതിനുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള എൻകറേജ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട് ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നും. മകനാണെങ്കിലും ഒരുപാട് സമയം ഇതിനു വേണ്ടി പലപ്പോഴും ചെലവഴിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു എതിർപ്പും വീട്ടിൽ നിന്നില്ല. പിന്നെ അച്ഛനാണെങ്കിലും അങ്ങനെ ഒരുപാട് സൂപ്പർലേറ്റീവ്സ് ഉപയോഗിക്കുന്ന ആളല്ല അച്ഛനെങ്കിലും. ചിലതൊക്കെ വായിച്ച് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് വിമർശനങ്ങൾ. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഇല്ലെങ്കിലും ഇടയ്ക്ക് വൃത്തം ഒഴിവാക്കി എഴുതുന്ന കവിതകളെ പൊതുവെ അച്ഛൻ അധികം ഫേവർ ചെയ്യാറില്ല. ക്ലാസിക് സ്റ്റൈലാണ് അച്ഛൻ്റെ സ്റ്റൈൽ. അപ്പൊ ചിലപ്പോൾ ഗദ്യ കവിതകൾ എഴുതുമ്പോൾ അച്ഛൻ പറയും ഇത് വൃത്തത്തിലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണങ്ങളും അദ്ദേഹം പറയാറുണ്ട്. വായിക്കുന്ന രീതിയും അല്ലെങ്കിൽ വായനയുടെ ഒഴുക്ക്, പിന്നെ അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് സംഗീതാത്മകമായിട്ടുള്ള കവിതകളാണ് തീർച്ചയായിട്ടും. താളത്തിലുള്ള കവിതകൾ. അതെ, എനിക്ക് ശരിക്കും പൊതുവെ ഗദ്യ കവിതകളോടൊരു എതിർപ്പോ അല്ലെങ്കിൽ മറ്റേ ക്ലാസിക് കവിതകളോടൊരു കൂടുതൽ അങ്ങനെയില്ല. എങ്കിലും ചില കവിതകൾ ഗദ്യ രൂപത്തിൽ കൂടുതൽ നന്നാവുന്നു, ചില കവിതകൾ ക്ലാസിക് പദ്യ ശൈലിയിൽ കൂടുതൽ നന്നായി വരുന്നു. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കേരളത്തിലേക്കുള്ള യാത്രകൾ ഇടയ്ക്കിടെ ഉണ്ടാകുമല്ലോ? വർഷത്തിൽ 2 തവണയെങ്കിലും അമ്മയുണ്ട്. അച്ഛൻ 2004 മരിച്ചുപോയി. അച്ഛൻ 2 പേരും കോളേജ് അധ്യാപകരായിരുന്നു. അമ്മയുണ്ട് എപ്പോഴും. അമ്മ ഈ പറയുന്ന സംസ്കൃതത്തിലും ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആളാണ്. ഒരു അനുജൻ ഒമാനിൽ എഞ്ചിനീയറാണ്. അമ്മ സംസ്കൃതം അധ്യാപികയായിരുന്നു? അല്ല, അമ്മ മാത്തമാറ്റിക്സിലെ പ്രൊഫസറായിരുന്നു. അച്ഛൻ ഇക്കണോമിക്സിലായിരുന്നു. എങ്കിലും സംസ്കൃതം അമ്മയുടെ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. ചേച്ചി ഡിഗ്രിക്ക് ഫിസിക്സ് ആയിരുന്നു? ഞാൻ ഡിഗ്രിക്ക് ഫിസിക്സ് ആയിരുന്നു. അതെ. പിന്നെ തൃശ്ശൂരാണ് അമ്മ. പിന്നെ കൊടുങ്ങല്ലൂരാണ് അച്ഛൻ്റെ വീട്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാംസ്കാരിക നായകന്മാർ വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൊടുങ്ങല്ലൂർ ഒരുപാട് സമയം ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം അമ്മ വീട്ടിലുണ്ട് തൃശ്ശൂർ. യാത്രകൾ അധികം അമ്മയെ കാണാൻ? യാത്രകൾ മിക്കവാറും അമ്മയെ കാണാനായിരിക്കും. അതെ. വൈകാതെ തന്നെ താര രവീന്ദ്രൻ്റെ കൃതികളുടെ ഒരു സമാഹാരം പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. എല്ലാ ആശംസകളും. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. സിംഗപ്പൂർ ചോയ്സ് സമർപ്പിച്ചത് ഹൗസ് ബ്രാൻഡ് വെറൈറ്റി ഈസ് ദ സ്പൈസസ് ഓഫ് ലൈഫ്. പവേഡ് ബൈ കാർത്തിക സൂപ്പർ മാർക്കറ്റ്. കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ഫുഡ് പ്രോഡക്ട്സ് സിൻസ് 1989. Co-sponsored by Tirumala Ghee, the trusted taste of cow ghee.